എന്നെ വിളിപ്പിച്ചത് ഞാൻ അവരെ ഒരു 2-3 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കാരണം പുള്ളിയുടെ ഫാഷൻ ഷോയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കോൺടാക്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെല്ലാവരും ചെറിയ പൈസ സെൻഡ് ചെയ്താൽ പോലും ഞാൻ പൈസ സെൻഡ് ചെയ്തത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആളുടെ അച്ഛന് സുഖമില്ല, കറക്റ്റ് തെളിവാട്ടോ, നിങ്ങൾ കേട്ടോ. ആളുടെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് കൈയും കാലും പിടിച്ച് ചോദിച്ചപ്പോ ഞാൻ പൈസ ഇട്ട് കൊടുത്തു. ഒരു 8,000 രൂപ പറഞ്ഞേക്ക്. 8,000 കൊടുത്തു, ഒരു തവണ കൊടുത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം, അത് കഴിഞ്ഞപ്പോഴേക്കും 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 10 ദിവസം ആയില്ല, അതിന് മുമ്പ് ചോദിക്കുക രാവിലെ തന്നെ വിളിച്ചിട്ട് പറയാ അപ്പം മരിച്ചു എന്ന് പറയണം. അപ്പൊ അപ്പം മരിച്ചു ഒരു 1000 രൂപ വരും വണ്ടിക്കാശിന് പോകാനാന്ന് പറയണം. അപ്പൊ അത് തന്നെ ഞാൻ 1000 രൂപ ചോദിച്ചപ്പോ 2,000 രൂപ കൊടുത്തു. ഇനി വേറെ ആൾക്കാരോടും ചോദിക്കണ്ട, നിങ്ങൾ നേരെ വിട്ടു പോകും, അപ്പം മരിച്ചല്ലേ എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് അപ്പം മരിച്ച ഫോട്ടോ വരെ എനിക്ക് കിട്ടുന്നു. ഇത്രയും കാര്യം ഞാൻ ചെയ്തുള്ളൂ. നിങ്ങൾ ദൈവത്തെ ഓർത്ത് മീഡിയക്കാരെ ആലോചിക്കുക. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബിഗ് ബോസ് വിജയിച്ച ആളാ. വല്ല സിനിമയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി, അതായത് സിനിമ ജീവിക്കാനല്ലടാ എന്റെ ആഗ്രഹം. എത്ര വർഷത്തെ ആഗ്രഹം കൊണ്ടായി ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് അത്രയും നിങ്ങൾ ജനപ്രേക്ഷകര് കൊടുക്കണ ഒരു ബാഡ് ആയിട്ടുള്ള ഇമേജ് കൊടുക്കല്ലേ. എനിക്ക് ഒന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാർ. ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ സാധനത്തിന് ഇനി എവിടെ ആരും യൂസ് ചെയ്യാനുള്ള ഞാൻ വിളിച്ചു പറയും. നീ പറഞ്ഞു തരണ്ട. അതെ അതെ, ഞാൻ 2 ട്രാൻസാക്ഷനുള്ളൂ. ആ നിരപരാധി വരുമ്പോ ചോദിച്ചോ, അവര് പറയും. ഞാൻ നിരപരാധിന് പോണെങ്ങനെയാ. ഞാൻ ഈ കേസിന് എന്റെ പേര് ഫസ്റ്റ് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ ആലപ്പുഴയിൽ ഞാൻ ഇവിടെ എന്റെ മാഷ് പണിക്ക് സാറ് മരിച്ചിട്ട് ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ഓടി കളിച്ചില്ല. ഞാൻ ഇന്നലെ ഇവിടെ കൽപ്പറ്റയില് പ്രോഗ്രാമിനുണ്ടായിരുന്നു. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടാണ് പോയത്. ഞാൻ ഓടി വിളിച്ചില്ല. പിന്നെ നിങ്ങളെ മീഡിയ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്നെ കുറിച്ച് ബാഡായിട്ട്, അതായത് അതിനകത്ത് എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എഴുതി ചേർത്ത ആൾക്കാരുണ്ട്. മറ്റേതിനകത്ത് സത്യമായിട്ട് ഞാൻ ന്യൂവറായിട്ട് പോവും, ഏതറ്റം വരെ പോവും. തസ്ലീം തന്നെ. തസ്ലീം അത് ഏത് സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടക്കല്ലേ, ഏകദേശം കടത്ത തന്നെയാ. ഏകദേശം അടുത്താണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോഴാണ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് ഡേറ്റ് എനിക്കറിയില്ല. സുഹൃത്തെ, ഞാൻ ഒരു കാര്യം വേണ്ടേ, നിങ്ങളെ അടി എനിക്ക് പരിചയമുണ്ടോ? ഇല്ല. നിങ്ങളുടെ എനിക്ക് പരിചയമില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല? അറിയാം. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ എനിക്ക്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്കറിയാം. ഈ പറഞ്ഞ ഈ ലോകത്ത് എന്റെ നമ്പറില്ലാത്ത ആൾക്കാർ കുറവാ. തസ്ലീമല്ല, ഞാനാ ഫേമസ് ആക്കണേ. എന്റെ നമ്പർ അവരുടെ കയ്യിലാണ്. എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാ? എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാ? ആ അതിനൊരു ബന്ധമുണ്ട്. എന്താ പറയാ നിങ്ങൾക്ക്? അതായത് ആത്മാർത്ഥ ബന്ധം. അപ്പന് സുഖലാന്ന് പറഞ്ഞ് വിളിക്കരുത്. അപ്പൊ നിങ്ങളുടെയൊക്കെ അപ്പന് സുഖലാന്ന് പറഞ്ഞ് വിളിച്ചു കഴിയുമ്പോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താ ധ്യാനമായിട്ട് വിളിക്കണല്ല. അതായത് പരിചയം കൊണ്ടാണ് വിളിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന വാടൊക്കെ അവർക്കറിയാം. ആ സാധനം പ്രദർശിപ്പിക്കണം. ആ സാധനം ഇവിടെ കൂടുതൽ ഇങ്ങോട്ട് പോയിക്കണത് എയറിലേക്ക്. ആരെ കൊടുത്തെന്ന് ഞാൻ പറയാം. ആ കേസ് കൊടുത്തിട്ടുണ്ട്. ആ സാധനം എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് എല്ലാരും കണ്ടത്, നാട്ടുകാരൊക്കെ കാണാൻ അറസ്റ്റ് ചെയ്തല്ല. സുഹൃത്തെ, എനിക്ക് ഫാഷൻ ഷോ വെച്ചാൽ അവരെ മാത്രമല്ല കുറെ ആൾക്കാരെ പരിചയമുണ്ട്. എനിക്ക് പരിചയമുണ്ട്. എനിക്ക് പരിചയമുണ്ട്. എനിക്കെല്ലാം ഈ ലോകത്തുള്ള ഞാൻ അതായത് ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ഹൈപ്പർ സീസൺ ജയിച്ച ആളാണ് ഞാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ പരിചയം ഉണ്ടാവും. പിന്നെ കുറച്ച് എന്റെ ആത്മാർത്ഥ വോട്ട് ചെയ്തായിരിക്കും. എനിക്ക് ഓർമ്മയില്ല. 3-4 വർഷം മുമ്പല്ലേ ഞാൻ ഇങ്ങനെ ഓർക്കണേ. എനിക്കറിയില്ല. സൗമ്യതാ ഞാൻ പറഞ്ഞില്ല. അവര് മോഡലാണ്. ഞാൻ അറിയും മോഡൽസിന്. ആരും അറിയാത്ത സുഹൃത്തെ, ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞേ. അതായത് ഈ കേസിൽ ഇവർ വിളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത്, അതായത് ഈ തസ്ലീമുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത്. ആ ഇടപാടെന്ന് പറഞ്ഞാൽ ലഹരിക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ തസ്ലീമുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് നടത്തിയത് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോവുകയാണ്. അതായത് ഒരാൾ വിളിക്കുമ്പോൾ ഞാൻ പൈസ കൊടുക്കുന്നു, പൈസ കൊടുത്ത് ആ ബന്ധമാണ്. അത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? സാമ്പത്തിക ഇടപാടല്ല എങ്കിൽ ഞാൻ ഡ്രഗ്സ് കേസിൽ പെട്ട് അല്ലെങ്കിൽ ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പടിയടക്കി ഇവർ എന്നെ വിടുവോ? അവിടുന്ന് ഇവര് വിടോ? എന്നോട് ഹാജരാവാൻ പറഞ്ഞില്ല. എന്നോട് പൊക്കളാന്ന് പറഞ്ഞേ.
എന്നോട് ഹാജരാവാൻ വേണ്ടില്ല. റിയൽ മീറ്റ് എന്നൊരു വേർഡ് അറിയാം? റിയൽ മീറ്റ് എന്നൊരു വേർഡ് അറിയാവോ? എനിക്കറിയില്ല എന്താന്ന്. എനിക്ക് എന്തോ ചോദിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ ചോദിച്ചാലും ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല പറഞ്ഞിട്ടില്ല. എനിക്ക് എന്ത് ചോദിക്കണം ചോദിച്ചോ. അതെ ഞാൻ അടുത്ത കാര്യം പറഞ്ഞുതരാം. മിനിഞ്ഞാന്ന് എന്റെ കാര്യട്ടാ, എന്റെ പേഴ്സണൽ കാര്യമാണ്. മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ബിഗ് ബോസിൽ പോയി തന്നെ ഫിലിം ചെയ്യാൻ വേണ്ടി മിനിഞ്ഞാന്ന് വയനാട്ടിൽ വെച്ചൊരു പടം അനൗൺസ്മെന്റ് ചെയ്തു. പടത്തിന്റെ പേരാണ് ദയാവധം. അതിന്റെ പിന്നാലെ ഞാൻ അതിന്റെ അഭിനയം പഠിച്ചിരിക്കുന്നു കാര്യങ്ങൾ. അതിനകത്ത് നായകനാണ് ഞാൻ. അപ്പൊ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുക. ആ പടത്തെ കുറിച്ച് എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. അവർ ഇങ്ങനെ എങ്ങനെ അറിയും ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ചോദിച്ചില്ലേ, അവർ ചോദിച്ചാലും ക്ലിയർ ആയിട്ട് നിങ്ങൾ ചോദിച്ചു. അടിപൊളിയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു തന്നെ, ഇവരും പറഞ്ഞു തന്നെ, വേറെ ഒന്നും ചോദിച്ചല്ല. ട്രാൻസ്ലേഷൻ അതെ 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 ഞാൻ ഓടി കളിക്കില്ല കേട്ടോ. അങ്ങനെ നിൽക്കും. അങ്ങനെ ഓടി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക്. അപ്പൊ താങ്ക് യു എല്ലാവരോടും. അതെ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും ഇങ്ങനെ വന്നോട്ടാ. എല്ലാവരോടും പറയാണ്, നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും മീഡിയാസ് ഇങ്ങനെ വരണം. ഓക്കെ ബൈ.